അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി മഹത്വം. എൻ്റെ പേര് ജീസ് വർഗീസ്. ഇത് എൻ്റെ വൈഫ് ബിൻസി, എൻ്റെ മോൾ കെസിയ. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ജൂൺ മാസം 14 കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു. ജോലി സംബന്ധമായിട്ട് ഇവിടെ ഞങ്ങളുടെ വീട് പിറവമടുത്ത് മാമലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വരുന്നു. അമ്മ മാതാവ്, കൃപാസന മാതാവ് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒട്ടനവധി അനുഗ്രഹങ്ങൾ, ഈശോയിൽ നിന്ന് മേടിച്ചു തന്ന അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് തന്നെ ഇവിടെ കടന്നു വരുന്നത് ഞങ്ങൾ ജൂണിൽ അവധിക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പാണ്. എൻ്റെ വൈഫ് പോകുന്നതിനിടെ ഏതാനും ദിവസങ്ങൾ മുമ്പ് എന്നോട് മാതാവ് വെളിപ്പെടുത്തിയതുപോലെ എന്നോട് പറഞ്ഞു, നമുക്കിവിടെ നിന്ന് വരാം, നമുക്ക് പ്രാർത്ഥിക്കാം, ജീവിതത്തിലെ വിഷയങ്ങൾ സമർപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ജോമോൾ സിസ്റ്ററുടെ ധ്യാനത്തിൽ പറയാറുള്ളത് പോലെ എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ട് യാതൊരു മെറിറ്റെല്ലാം കൈവിട്ട് വട്ടപൂജ്യമായിരിക്കുന്ന അവസരത്തിൽ ഒരു പിടിവള്ളി എന്ന പോലെ പിടിച്ചു കയറി വന്നതാണ് ഈ പുണ്യഭൂമിയിലേക്ക്. അത് അനുഗ്രഹമായിട്ട് കരുതുന്നു. ആദ്യമായിട്ട് എൻ്റെ മകളുടെ വിഷയമാണ്. എൻ്റെ മകളൊരു സ്പെഷ്യൽ കിഡാണ്. ഇവളുടെ ഒരുപാട് ബലഹീനതകളും ബുദ്ധിമുട്ടുകളിലും എല്ലാം മാതാവ് ഞങ്ങൾക്ക് തുണയേകി അവളിൽ പല ഇമ്പ്രൂവ്മെൻറ്റ്സും മാതാവ് നടത്തി തന്നിട്ടുണ്ട്. ഇപ്പോഴും മാതാവിൻ്റെ കൺസിഡറേഷനിലിരിക്കുന്ന ഒരു വിഷയമാണ്. അവളുടെ ഈ മോക്ക് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ ഇമ്പ്രൂവ്മെൻറ്റ്സിനും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് ഞങ്ങളുടെ ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യമായിട്ട് പറയാനുള്ളത്. ഒട്ടനവധി വർഷങ്ങളായിട്ട് നമുക്ക് വിൽക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലം, ഞാൻ എൻ്റെ ഉടമ്പടിയിൽ പോലും വെച്ചിട്ടില്ലാത്ത വിഷയങ്ങളാണ്. കാരണം അതിനേക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് 6 അല്ല 60 വിഷയങ്ങൾക്ക് മുകളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് മടങ്ങി ഏതാനും മാസങ്ങൾക്കാവും ഞങ്ങൾ പോലും വിചാരിക്കാത്ത ഒരാൾ, ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരാൾ എൻ്റെ ഫാദറിനെ വിളിച്ച് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് ഈ സ്ഥലം മേടിക്കാൻ താല്പര്യമുണ്ട്. ഞങ്ങൾ വേറൊരു ബയേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. നമ്മൾ ആരോടും പറയാതെ തന്നെ യാതൊരു സംശയങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും കൂടാതെ നമ്മൾ പറഞ്ഞ വിലയിൽ തന്നെ ഏറ്റവും സ്മൂത്തായിട്ട് രീതിയിൽ ആ ട്രാൻസാക്ഷൻ മാതാവ് നടത്തി തന്നു. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി മഹത്വം അറിയിക്കുകയാണ്. മൂന്നാമതായിട്ട് ഞാൻ അമേരിക്കയിൽ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2018 മുതൽ സെൻട്രൽ ഗവൺമെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. നമുക്ക് ക്വാളിഫൈ, ഞാനൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ആളാണ്, 10 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊന്നും അവിടെ വിഷയമല്ലായിരുന്നു. അപ്പോൾ എപ്പോഴും അച്ഛൻ പറയാറുള്ളത് പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ആ ഗ്രേസ് കൊണ്ട് വേണ്ടി മാത്രം, ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് ആ ജോലിയിൽ നിന്ന് ഒരു മാറ്റം കിട്ടുകയുണ്ടായി. ഞാൻ ഒരിക്കൽ പോലും വിചാരിക്കാതെ ഉടമ്പടി എടുത്ത് ഞാൻ അമേരിക്കയിലേക്ക് ചെന്ന് സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്നൊരു മാനേജർ, ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയുണ്ടായി. ആ വ്യക്തി ഇപ്പോൾ അവിടെ ഒരു മാനേജറാണ്, ഉയർന്ന പൊസിഷനിൽ നിന്നുള്ളൊരു മാനേജറാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരേ പ്രായക്കാരാണ്. അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു പൊസിഷൻ പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ, അതിനു മുമ്പായിട്ട് ഞാൻ ആ വർഷങ്ങളിലൊക്കെ പലയിടങ്ങളിൽ അപ്ലൈ ചെയ്തു, പലരുടെ മുമ്പിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, റെസ്യൂമേ അയച്ചു. ആരും നമ്മൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല. നമ്മൾ ഇതുവരെ ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസും മെറിറ്റും ഒന്നും ആകാത്ത ഒരു വട്ടപൂജ്യത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക, നിങ്ങളുടെ ആ വിഷയം നടക്കും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹം വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കീഴിലൊരു 5 പേരെ അടങ്ങുന്നൊരു പാനൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. അവിടെയൊക്കെ ഞാനല്ല സംസാരിച്ചത്, എന്താ സംസാരിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ സിമ്പിളായിട്ട് ആ ജോലി എനിക്ക് കിട്ടി. ഞാനിപ്പോഴും ആ ജോലിയിൽ തുടർന്നു. ആ ജോലിയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നമുക്ക് പല ചാലഞ്ചസ് ഉള്ള ജോലിയാണെങ്കിലും ആ ജോലിയിൽ ഞാൻ സംതൃപ്തനാണ്. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. നാലാമതായിട്ട് എൻ്റെ വൈഫിന് ഒക്ടോബർ മാസം 2023 എൻ്റെ വൈഫിന് അവളുടെ പീരീഡ്സ് ഇറഗുലറായിട്ട് വരുമായിരുന്നു. അപ്പോൾ ഒരു സ്കാനിങ് നടത്തിയപ്പോൾ ബൈൽ ഡക്റ്റിലൊരു ഹെർണിയ ടൈപ്പ് ഫൈൻഡിങ് ഉണ്ട്, അതുപോലെ ഓവറിയിലൊരു സിസ്റ്റ് കാണപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ അന്നേരമൊക്കെ നമുക്ക് ധൈര്യമാണ്. അച്ഛൻ പറയാറുള്ള പോലെ ഈ കാശുരൂപം ഒരു ആയുധമായിട്ട് കൊണ്ടു കിടക്കുവാണ്. എപ്പോഴും കൊന്തയിൽ ഇത് പിടിച്ചത് എൻ്റെ പോക്കറ്റിൽ ഇപ്പോഴും ഇതുണ്ടാവും, എവിടെ പോയാലും ഇത് കയ്യിലുണ്ടാവും. അപ്പോൾ ആ ധൈര്യത്തിൽ ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യാൻ പോയി. ഡോക്ടർ പറഞ്ഞു, യാതൊരു കുഴപ്പമില്ല, ഇതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട, ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറഞ്ഞു.
അപ്പോൾ അതുപോലെ അമ്മ മാതാവ് തന്ന ആ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്, അതെല്ലാം ഇവിടെ പറയാൻ സമയം തികയില്ലല്ലോ. അതുപോലെ തന്നെ ഞാനും വൈഫും ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞ് ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ട് വരുമായിരുന്നു. ഞാൻ വണ്ടി പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ള ധൃതിക്ക് ഒരു സൈഡിലേക്ക് മാറ്റി ഒരു വലിയ വണ്ടി ഭയങ്കര ഫാസ്റ്റായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഒരു വലിയ മേജർ ആക്സിഡൻറ്റിൽ നിന്ന് ആ സമയം മാതാവ് ഞങ്ങൾ ഒഴിവാക്കി. ഞാൻ അന്നേരം പറഞ്ഞു, ഈ ആയുധം എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന്. മാതാവ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. അതുപോലെ ഒരുപാട് ചാലഞ്ചസ് നേരിടുന്നുണ്ട് ഫാമിലിയിലൊക്കെ, ഒത്തിരി ചാലഞ്ചസ് ഇപ്പോഴും നേരിടുന്നു. എന്നാലും അതുപോലെ കോവിഡ് സമയം മുതൽ ഞങ്ങളൊരു പുതിയ വാഹനത്തിനായിട്ട് ആഗ്രഹിക്കുമായിരുന്നു. കോവിഡ് സമയമായതുകൊണ്ട് വാഹനങ്ങളെങ്ങും കിട്ടാനില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത്. എന്നാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം, ഉടമ്പടി ജൂൺ മാസത്തിലെടുത്തു, നവംബർ മാസം ആയപ്പോഴത്തേനും എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി അവർ പറഞ്ഞു വെച്ചിരുന്ന വണ്ടി അദ്ദേഹത്തിന് വേറൊരു വണ്ടി കിട്ടി. അപ്പോൾ ഈ സുഹൃത്തിനെ വിളിച്ച് ഡീലർഷിപ്പിൽ ആൾ പറഞ്ഞു, നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വണ്ടി വേറെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നീ എന്നോട് വിളിച്ച് പറ, നല്ലൊരു ഓഫറിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അപ്പം തന്നെ എന്നെ വിളിച്ച് പറയാൻ തോന്നി. ഞാൻ അപ്പോൾ പോയി, ഞങ്ങൾ ആഗ്രഹിച്ച പോലത്തെ വണ്ടിയായിരുന്നു. ആ വണ്ടി നവംബർ മാസത്തിൽ തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾക്ക് കിട്ടി. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എൻ്റെ ബ്ലഡ് വർക്ക് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 2 വർഷമായിട്ട് ഞാൻ എൻ്റെ ബ്ലഡ് വർക്ക് ഒന്നും ചെയ്യാതിരിക്കുമായിരുന്നു, പേടിച്ചിട്ടാണ്. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര ഹെക്റ്റിക് ലൈഫ് സ്റ്റൈലാണ്. അമേരിക്കയിലാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക് ലൈഫ് സ്റ്റൈലാണ്. ഹെൽത്ത് വൈസ് നമുക്ക് നോക്കാനൊന്നും സാധിക്കും. അപ്പോൾ പേടിച്ചിട്ട് 2 വർഷമായിട്ട് ഡോക്ടറെ കാണാതിരിക്കുമായിരുന്നു. എനിക്ക് കോവിഡിൻ്റെ സമയത്ത് വീട്ടിലിരുന്ന് ജോലി ചെയ്തു, ആഹാരമൊന്നും ശ്രദ്ധിക്കാതെ ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞായിരുന്നു. അപ്പോൾ ഗ്രേഡ് 1 എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ അപ്പോൾ ഞാൻ പേടിച്ചിട്ട് ചെയ്യാതിരിക്കുമായിരുന്നു. എന്നാലും കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ബ്ലഡ് വർക്ക് ചെയ്തു. എൻ്റെ ലിപ്പിഡ് പാനലെല്ലാം ഡോക്ടർ കൺട്രോളബിൾ സ്റ്റേജിലാണെന്ന് പറഞ്ഞു. അതോടൊപ്പം എൻ്റെ ലിവറിൻ്റെ ഫങ്ഷൻ നോർമലാണെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് വറി ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അതിനും ഈശോയ്ക്കും അമ്മ അതിനും കോടാനുകോടി മഹത്വം. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അമ്മ മാതാവും തിരുക്കുമാരനും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു അനുഗ്രഹം കൂടി പറയട്ടെ. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടനെ തന്നെ അമേരിക്കയിൽ ചെന്ന് 3 മാസം 90 ദിവസം നമ്മൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. ഒരു ടെസ്റ്റ് ഡോസ് എന്ന പോലെ ഞാനവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക്. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ്ബ് ലെവലിൽ മലയാളി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടക്കുന്ന അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വലിയ കളിക്കാരനോ വലിയ ക്രെഡൻഷ്യലുള്ള പ്ലെയറൊന്നുമല്ല, എങ്കിലും എനിക്കറിയായിരുന്നു ആ വർഷത്തെ ഫൈനലിൽ എൻ്റെ ടീം കളിക്കുമ്പോൾ എനിക്ക് ആ പ്ലേയിങ് 11 ചാൻസ് കിട്ടൂല എന്ന് എനിക്കറിയാം. എങ്കിലും തന്നെ ഞാൻ മാതാവിനൊരു ടെസ്റ്റ് ഡോസ് എന്ന പോലെ ഞാൻ എൻ്റെ ക്യാപ്റ്റനെ വിളിച്ചു പറഞ്ഞു. എന്നേക്കാൾ ഇളയ പ്രായമുള്ളൊരു പയ്യനാണ്. അവനോട് വിളിച്ച് പറഞ്ഞു, എടാ എനിക്ക് കളിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്, എനിക്ക് ക്രെഡൻഷ്യലൊന്നുമില്ല, പക്ഷേ നീ എനിക്കൊരു ചാൻസ് തന്നാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്തോ എനിക്ക് യാതൊരു ക്രെഡൻഷ്യലും ഇല്ല, ഒരു ക്രെഡൻഷ്യലും. എന്നെക്കാളും വലിയ മികച്ച കളിക്കാർ ഒരുപാട് പേരുണ്ട്. അവൻ അപ്പം തന്നെ എനിക്ക് വാക്ക് തന്നു, അച്ഛാ ഈ വർഷത്തെ പ്ലേയിങ് 11 നിങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്. എന്നാ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. എന്നാലും കളിച്ചു. ഞാൻ കളിച്ചുകൊണ്ട് പറയല്ല, ആ വർഷത്തെ ഞങ്ങൾക്ക് ചാമ്പ്യൻസ് ആവാൻ കഴിഞ്ഞു. ആ കപ്പ് ഞങ്ങൾ എടുത്തു. അന്ന് എനിക്ക് വിശ്വാസമായി, ഞാൻ എടുത്ത ഈ ഉടമ്പടിയിൽ മാതാവ് കനിഞ്ഞിട്ടുണ്ട്, ഈശോ ഇടപെട്ടിട്ടുണ്ട്, ഇനി മുമ്പോട്ട് നടത്തിക്കൊള്ളൂന്ന്. പിന്നെ അടുത്തതായിട്ട് ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമല്ലോ. എന്നാൽ കഴിയുന്ന വിധം പലരെയും എല്ലാ ആഴ്ചകൂറും സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായത്, ഞാൻ ഉടമ്പടി എടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് പരിചയമുള്ളൊരു അച്ഛൻ വഴി എനിക്കൊരു കോള് വരികയുണ്ടായി. പറഞ്ഞു, ഇങ്ങനെ അച്ഛൻ്റെ ഓർഫേജിൻ്റെ അടുത്ത് വളരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമുണ്ട്, ആ കുടുംബം ജപ്തിയുടെ പക്കത്തിൽ നിൽക്കുകയാണ്, അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യണം. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാമെന്നും പറഞ്ഞ് അവർക്ക് ആവശ്യമായ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തുക കൊടുത്ത് സഹായിക്കാൻ എനിക്ക് സാധിച്ചു. കൊടുത്ത് സഹായിക്കാൻ സാധിച്ചതിൻ്റെ ഉപരിയായി എനിക്ക് അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ ആ സഹോദരനെ ഈ ജപ്തിയെല്ലാം ഒഴിവായി ഞാൻ ഒരു ദിവസം വിളിക്കുകയുണ്ടായി. അന്നേരം വിളിച്ച് അദ്ദേഹം പറഞ്ഞു, ചേട്ടാ ഇത് ചെയ്തതിന് ഒത്തിരി സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനല്ല ചെയ്തത്, കൃപാസന മാതാവാണ് ചെയ്തത്. അന്നേരം ആ ചേട്ടൻ എന്നോട് തിരിച്ചു പറയുക, ആ ചേട്ടൻ ഈ വിഷയത്തിന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു എന്ന്. അപ്പോൾ മാതാവ്, ഞാൻ വിചാരിക്കുമായിരുന്നു ഉടമ്പടി എടുത്തിട്ടുള്ളവർ മാതാവ് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മൾ പോലും അറിയാതെ മാതാവ് കണക്ട് ചെയ്യിക്കും, ലിങ്ക് ചെയ്യിക്കും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കേരളത്തിലെ ഏതോ ഒരു കോണിൽ കിടക്കുന്ന അദ്ദേഹത്തെ അമേരിക്കയിലിരിക്കുന്ന ഞാൻ വഴി ഉടമ്പടി വഴി മാതാവ് മുട്ടിച്ചു എന്നുള്ളതാണ്.
അപ്പോൾ ആ പ്രേക്ഷിത വേല, ആ കാരുണ്യ പ്രവൃത്തികൾ തുടർന്നുകൊണ്ട് പോകുന്നു. പിന്നെ അമേരിക്കയിൽ ഞാനിപ്പോൾ എല്ലാ 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രേക്ഷിത വേലയുടെ ഭാഗമാണ്. ദൈവസ്നേഹത്തെ പ്രതി ഞാൻ എല്ലാ തവണ ഈ 3 ആഴ്ച മുമ്പും കൂടെ കൊടുത്തിട്ട് പോകുന്നുള്ളൂ. എന്നെ സൂചി കുത്തുമ്പോൾ വേദനയാണല്ലോ, അന്നേരമെല്ലാം ദൈവസ്നേഹത്തെ പ്രതി മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെ ചികിത്സിക്കുവാനായിട്ട് അവിടെ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് വഴി നടത്തുന്ന ഒരു സ്ഥാപനം അവിടെയുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ ദൂരദേശത്തു നിന്നൊക്കെ ഉണ്ട്, പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് അവിടെ മാസങ്ങളോളം താമസിച്ച് കുഞ്ഞുങ്ങളെ അടുത്തുള്ള ആശുപത്രികളിൽ ചികിത്സ നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് താമസിച്ച് ഭക്ഷണം കഴിക്കുവാനും അവർ ഒരു 3 സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലിൽ താമസിച്ച് എല്ലാവിധ കാര്യങ്ങളും നടത്തുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ 2 ആഴ്ച കൂടുമ്പോൾ 4 മണിക്കൂർ വീതം വെച്ച് വോളണ്ടറി സർവീസ് അവരുടെ കിച്ചണിൽ പോയി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊന്നും നമ്മുടെ മെറിറ്റല്ല, ഇതൊന്നും നമ്മൾ വിശേഷവിധിയായി നാം എന്തു ചെയ്യുന്നു. യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പോൾ പ്രയോഗം, പ്രാർത്ഥന, പ്രഖ്യാപനം, ഇത് 3ഉം കൂടെ കൂടിയതാണ് ഉടമ്പടി എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധം മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഈ പുണ്യഭൂമിയിൽ വരുവാനും ഈ അൾത്താരയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ സാക്ഷ്യം നിങ്ങളുടെ എല്ലാം മുമ്പിൽ പറയുവാനും അമ്മ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി അറിയിക്കുന്നു. യേശുവേ മഹത്വം. ആവേ മറിയ. 2 കൊറിന്തോസ് 6-ാം അധ്യായം 2-ാം തിരുവചനം. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം.